ഇന്ന് സ്വർണ്ണവെള്ളി. ഈ ദിനത്തിൻ്റെ എല്ലാ മഹനീയതയും ആശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. പെന്തക്കോസ്ത കഴിഞ്ഞ് വരുന്ന ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് സ്വർണ്ണവെള്ളി എന്നാണ് പേര്. നടപടി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നാം വിശദമായിട്ടിത് വായിക്കുന്നുമുണ്ട്. പത്രോസും യോഹന്നാനും ഒക്കെ ദൈവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമ്പോൾ വഴിയരികിൽ ഇരുന്ന് കൊണ്ടൊരു യാചകൻ ചോദിക്കുകയാണ് എന്തെങ്കിലും തരണമെന്ന്. പത്രോസ്ലിയ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല. നസറായനായ ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, നീ എഴുന്നേറ്റ് പോവുക, സൗഖ്യമാവട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, ഒരു പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവാലയത്തിലേക്ക് പോയത് ദൈവസ്നേഹം കൊണ്ടാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് സഹോദര സ്നേഹമായിട്ട് മാറിയതും ഈ വ്യക്തിയെ സഹായിക്കുവാൻ അത് കാരണമായതും. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രകടിപ്പിക്കേണ്ട ഇടങ്ങളൊക്കെ സഹോദരനോട് തന്നെയാണ്. ദൈവാലയത്തിലേക്കുള്ള യാത്ര ദൈവസ്നേഹം പ്രകടിപ്പിക്കുവാനുള്ളതായിരുന്നു. ആ ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് മാറ്റപ്പെടുന്നത് അവൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. അവിടെ ഇരുന്ന് യാചിച്ച മനുഷ്യന് അവന് ഏറ്റവും മൂല്യമായത്, സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനമാണ് ഇവിടെ അപ്പസ്തോലൻ ഈ വ്യക്തിക്ക് കൊടുക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ കൊടുക്കുവാൻ സാധ്യമാകുന്നുണ്ടോ? അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ സമ്മാനിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ഈ ദിനം അനുഗ്രഹമാവുക. നടപടി പുസ്തകം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ള നന്മ കൈമാറപ്പെടുമ്പോൾ അവിടെ ദൈവം മഹത്വീകരിക്കപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവർ, നമുക്ക് പരിശ്രമിക്കാം. നമ്മളൊക്കെ പലതും കാണാത്ത ഭാവത്തിൽ ഇങ്ങനെ കണ്ണടച്ച് പോവുകയാണ്. ചുറ്റുവട്ടങ്ങളുടെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കുവാൻ സാധ്യമാകുന്നില്ല. അവൻ്റെ കുറവിലേക്ക് നോക്കുവാൻ സാധ്യമാകുന്നില്ല. നമ്മുടേതായ സംരക്ഷണം മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് നമ്മിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിച്ചു തീർക്കുക. നമുക്ക് പരിശ്രമിക്കാം. ഉള്ളിലുള്ള ദൈവസ്നേഹം പരസ്നേഹത്തിലൂടെ പ്രകടമാക്കുവാനും ഈശോയെ കൊടുക്കുവാനായിട്ട്, മിശിഹായെ സമ്മാനിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവണമെന്ന്. അധികാരികൾ രാഷ്ട്രം സമ്മാനിക്കുന്ന നിയമത്തിനുള്ളിലായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സഹായം ചെയ്യുവാനായിട്ട് സാധ്യമാകുന്നുണ്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ മഹനീയതയും നൽകപ്പെടുന്നു. ക്രിസ്തുവാണ് ഏറ്റവും സംശുദ്ധമായ സ്വർണം. ആ സംശുദ്ധമായ സ്വർണം കൈമാറുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. സ്വർണ്ണവെള്ളി നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടെ ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.